ഇതൊരു ശിവക്ഷേത്രമാണ്. ഇതിന്റെ പേര് കടുങ്ങോത്ത് ശിവക്ഷേത്രം. കോഴിക്കോട് പാലക്കാട് ഹൈവേയിലെ സൈഡിൽ മലപ്പുറത്ത് മഞ്ചേരിക്കടുത്തുള്ള കടുങ്ങോത്ത് ശിവക്ഷേത്രം. ശിവക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മതിലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ 10 ഏക്കറിൽ ഇപ്പൊ ഈ ക്ഷേത്രം നിൽക്കുന്ന 36 സെന്റ് ഒഴികെ ബാക്കി ചുറ്റുപാടുമുള്ള 10 ഏക്കറും മുസ്ലിങ്ങൾ കയ്യേറി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം പോലും നിഷേധിച്ച് ആർക്കും പൂജ ചെയ്യാൻ പോലും വരാൻ പറ്റാതെ ഇവിടെ മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നുണ്ടോ. മലപ്പുറത്തിന്റെ ജിഹാദിവൽക്കരണത്തിന്റെ ഏകദേശ രൂപം വെള്ളാപ്പള്ളി പറഞ്ഞ മലപ്പുറം പരാമർശത്തിലുണ്ട് എന്ന് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറയുന്നു. മലപ്പുറം ജില്ലയിൽ കൂട്ടിലങ്ങാടിയിൽ ഒരു കടുങ്ങോത്ത് ശിവക്ഷേത്രമുണ്ട്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം. റവന്യൂ രേഖകളിൽ 116 ഏക്കർ ഭഗവാന് സ്വന്തം. പക്ഷേ അവിടെ പൂജകൾ നിന്നിട്ട് വർഷങ്ങളായി. ക്ഷേത്രത്തിന് ചുറ്റും താമസിക്കുന്ന മുസ്ലിങ്ങൾ തീരുമാനിച്ചു, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള അവിടെ ഒരു ക്ഷേത്രം ആവശ്യമില്ല. ഇതാണ് വെള്ളാപ്പള്ളി പറഞ്ഞ മലപ്പുറം. എന്തായാലും ജിഹാദികളുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ഞാൻ എന്റെ അനുഭവം പറയാം. പറഞ്ഞാൽ ഒരു ജിഹാദിയും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്ന വാചകത്തോടെ വളരെ ശക്തമായ ഭാഷയിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് മലപ്പുറത്തെക്കുറിച്ച് പറയുന്നു. മലപ്പുറത്ത് ഹിന്ദുക്കളുടെ ജീവിതം കഷ്ടമാണ് എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിക്കെതിരെ ജിഹാദി രോഷം അണപൊട്ടി ഒഴുകുകയാണ്. കുറച്ചുനാൾ മുൻപ് കേരളം ഒരു മിനി പാകിസ്ഥാനാണ് എന്ന ഒരു ആരോപണം ഒരു മഹാരാഷ്ട്ര മന്ത്രി പറഞ്ഞപ്പോൾ മതേതര അൽ കേരളത്തിന്റെ പ്രതിഷേധം വെറും പ്രസ്താവനകളിൽ ഒതുങ്ങി. പക്ഷെ വെള്ളാപ്പള്ളി മലപ്പുറത്ത് ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടെ ജിഹാദികളും ജിഹാദി ഉച്ഛിഷ്ടം തിന്ന് ജീവിക്കുന്ന അൽ കേരൾ ഇക്കോസിസ്റ്റവും ഇളകി എന്ന് അദ്ദേഹം കുറിക്കുന്നു. ജിഹാദി സാമ്രാജ്യത്തിന്റെ കാവൽഭടന്മാരായ മതേതര ഹിന്ദുക്കൾ പന്നിത്തീട്ടം തിന്ന് ജീവിക്കുന്ന ഹിന്ദു പേരുള്ള ചിലരെ മുൻപിൽ നിർത്തി ഗംഭീര മതേതര കളി തുടങ്ങി. വരൂ, ആരെങ്കിലും മുന്നിൽ വരൂ. മതേതര മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഹിന്ദുക്കൾ അനുഭവിച്ച മതപീഡനമുണ്ട് എങ്കിൽ പുറത്തു പറയൂ എന്ന ലേലം വിളി മാത്രമല്ല വെല്ലുവിളിയും ഉണ്ടായി. എല്ലാവർക്കും അറിയാവുന്ന സത്യങ്ങൾ പറയാൻ ആരും മുന്നോട്ട് എന്തുകൊണ്ട് വരുന്നില്ല എന്നതിന്റെ സത്യം ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് നമ്മൾ കേരളം മിനി പാകിസ്ഥാനായി എന്ന ആരോപണത്തിന്റെ സത്യം അന്വേഷിക്കേണ്ടത്. എന്തായാലും ജിഹാദികളുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ഞാൻ എന്റെ അനുഭവം പറയാം. പറഞ്ഞാൽ ഒരു ജിഹാദിയും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. മലപ്പുറം ജില്ലയിൽ കൂട്ടിലങ്ങാടിയിൽ ഒരു കടുങ്ങോത്ത് ശിവക്ഷേത്രമുണ്ട്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രം. റവന്യൂ രേഖകളിൽ 116 ഏക്കർ ഭഗവാന് സ്വന്തം. പക്ഷേ അവിടെ പൂജകൾ നിന്നിട്ട് വർഷങ്ങളായി. അതെന്താ പൂജ നിന്നത്? വേറെ കാര്യങ്ങളൊന്നുമില്ല. ക്ഷേത്രത്തിന് ചുറ്റും താമസിക്കുന്ന മുസ്ലിങ്ങൾ തീരുമാനിച്ചു, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള അവിടെ ഒരു ക്ഷേത്രം ആവശ്യമില്ല. കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഹിന്ദുക്കൾ പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യ ശതമാനത്തിനും താഴെയാണ്. ആകെ നക്കാപ്പിച്ച ഹിന്ദു കുടുംബങ്ങൾ, കഷ്ടിച്ച് 5-10 കുടുംബങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ 12 കുടുംബങ്ങൾ വരും. എന്നാലും എങ്ങനെ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 5 ജീവനക്കാർ ഉണ്ടായിരുന്ന കടുങ്ങോത്ത് ശിവക്ഷേത്രത്തിൽ പൂജ നിന്നു? ഓപ്പറേഷൻ സിമ്പിൾ. പൂജയ്ക്ക് പോവാൻ ശ്രമിച്ചവരുടെ കാലുവെട്ടും എന്ന ഭീഷണി ആദ്യമുണ്ടായി. പൂജയ്ക്ക് ആളെ കൊണ്ടുപോവാൻ ശ്രമിച്ച ഗോവിന്ദേട്ടന്റെ വീട്ടിൽ കയറി പശുക്കളുടെ കാലുവെട്ടി ജിഹാദികൾ. അതോടെ എല്ലാവരും പിന്മാറി. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമികൾ മുഴുവനും ജിഹാദികൾ കയ്യേറി. വീടുകളും കടകളും വെച്ചു. ക്ഷേത്രത്തിലേക്ക് കയറാൻ പോലും വഴിയില്ലാതായി. അതോടെ നേദ്യമില്ലാതെ ഭഗവാൻ പട്ടിണിയിലായി. ക്ഷേത്രത്തിനു ചുറ്റും ക്ഷേത്രഭൂമി കയ്യേറി സസുഖം താമസിക്കുന്ന ഉസ്മാൻ മേലീദിൽ, അബൂബക്കർ ചിറയിൽക്കുത്ത്, ഹമീദ് കരുമത്തിൽ, അബൂബക്കർ പരുത്തിക്കുത്ത് ഇവർ ക്ഷേത്രത്തിലേക്ക് ആരെയും കേറ്റാതെയുമായി. മലപ്പുറത്തെ ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞാൽ ചുറ്റും മുസ്ലിങ്ങൾ, പള്ളികൾ, അതിനിടെ ജിഹാദ്. ടിപ്പു തകർക്കാത്ത ചില ക്ഷേത്രങ്ങൾ. ടിപ്പു തകർത്ത ക്ഷേത്രങ്ങളിൽ പലതിലും ഇന്നൊരു വിളക്ക് വെക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഹിന്ദു ജനത. അങ്ങനെയുള്ള എത്ര ക്ഷേത്രങ്ങളുടെ ഉദാഹരണം വേണം? ഞാൻ തരാം. തൽക്കാലം ഒന്ന് തരാം. തിരൂർ താലൂക്കിൽ വാണിയന്നൂർ വില്ലേജിൽ പനമ്പാടത്ത് വാണിയന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ക്ഷേത്രം പൊളിച്ച് നാമാവശേഷമാക്കി എന്ന് മാത്രമല്ല, ഭഗവാന്റെ വിഗ്രഹം വെട്ടി 2 ആക്കി. അതിപ്പോഴും ക്ഷേത്രത്തിലുണ്ട്. ടിപ്പു പോയതിനു ശേഷം ടിപ്പുവിന്റെ പിൻതലമുറ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമി കയ്യേറി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം പോലും തടഞ്ഞു. ഹൈക്കോടതിയിൽ WPC നമ്പർ 201/46/23 കേസ് നടത്തി. ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി കിട്ടിയത് കാരണം അവിടെ പൂജ നടക്കുന്നുണ്ട്. ഭൂമി തിരികെ പിടിക്കാനുള്ള നിയമയുദ്ധം തുടരുന്നു. ഇനി തിരികെ കടുങ്ങോത്ത് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തിയാൽ ആദ്യം പറഞ്ഞതുപോലെ സുമാർ 50 വർഷം മുൻപാണ് ജിഹാദികൾ പൂജകൾ തടഞ്ഞത്. 1981 നേരത്തെ പറഞ്ഞ ഗോവിന്ദേട്ടൻ അവിടെ വീണ്ടും പൂജകൾ തുടങ്ങാൻ ശ്രമിച്ചിരുന്നു. 2 ആഴ്ച പൂജ നടന്നു എങ്കിലും അതും ജിഹാദികൾ തടഞ്ഞു. അതിന്റെ ഭാഗമായാണ് ജിഹാദികൾ ഗോവിന്ദേട്ടന്റെ വീട്ടിൽ കയറി പശുക്കളുടെ കാല് വെട്ടിയത്. പിന്നീട് ഞാൻ ഹൈക്കോടതിയിൽ WPC നമ്പർ 18403/2021 നമ്പർ കേസ് കൊടുത്തു. ഹൈക്കോടതി ഇടപെടലിലൂടെ ഭക്തർ ക്ഷേത്രഭൂമിയിൽ കയറി പൂജകൾ നടത്തി തുടങ്ങി.
അതിനുശേഷം മലബാർ ദേവസ്വം ബോർഡ് വീണ്ടും രംഗത്ത് വന്ന് ക്ഷേത്രഭരണം ഏറ്റെടുത്തു. ഞാൻ ആദ്യം ആ ക്ഷേത്രം കാണാൻ പോയപ്പോഴുള്ള വീഡിയോ ഇവിടെ ചേർത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് ഹൈക്കോടതി ഇടപെടലിലൂടെ ക്ഷേത്രത്തിൽ പൂജകൾ ആരംഭിച്ചു. പിന്നീട് ക്ഷേത്രത്തിലേക്ക് വഴിക്കു വേണ്ടി കയ്യേറ്റ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവുമുണ്ട്. ഇതെല്ലാം നടന്നത് ഹൈക്കോടതി ഇടപെടൽ കൊണ്ട് മാത്രം. അന്നവിടെ ആദ്യം ചെന്നപ്പോൾ 35 വർഷത്തിന് മേൽ പട്ടിണിയിരിക്കുന്ന കടുങ്ങൂത്ത് ശിവഭഗവാന് നേദ്യം കൊടുക്കാതെ പിന്നോട്ടില്ല എന്ന് സത്യം ചെയ്ത് അവിടെ നിന്ന് എന്റെ FB-യിലിട്ട ലൈവിൽ വന്ന കമന്റുകൾ നോക്കിയാൽ മലപ്പുറത്തിന്റെ ജിഹാദിവൽക്കരണത്തിന്റെ ഏകദേശ രൂപം കിട്ടുമെന്നും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് കുറിക്കുന്നു. അതുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞ സത്യം ഉമ്മാക്കി കാണിച്ച് മറച്ചു വെക്കാമെന്നൊന്നും ഒരുത്തനും വിചാരിക്കേണ്ട. സത്യം സത്യമായി പറയാൻ ഇവിടെ ഏതൊരു പൗരനും അവകാശമുണ്ട്. മലപ്പുറം ആരുടെയും തന്തയുടെ വകയല്ല. കേരളത്തിലാണ്. കേരളം ഭാരതത്തിലാണ്. ഇവിടെ ജനാധിപത്യമുണ്ട്, ഭരണഘടനയുണ്ട്, നീതിന്യായ വ്യവസ്ഥകളുണ്ട്. ഇവിടെ ശരിയത്ത് നിയമമല്ല എന്ന് ഓർക്കണം എപ്പോഴും എന്നേക്കും. ഞങ്ങൾ ഓർമ്മിപ്പിക്കാതെ സ്വയം ഓർത്താൽ എല്ലാവർക്കും നല്ലത്. ഇങ്ങനെയാണ് അദ്ദേഹം ഈ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.